ഹലോ ഗൈസ്, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വലിയൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന മനോഹരമായൊരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 300 മീറ്റർ മാത്രം ദൂരത്തായി വരുന്ന ഈ വീട് വലിയൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് വരുന്നത്. ഈ ഒരു ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ ദൂരവും ആലുവ ടൗണിലേക്ക്, അതായത് ആലുവ മെട്രോ സ്റ്റേഷൻ, ആലുവ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് 6 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് 300 മീറ്റർ മാത്രം ദൂരവും, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏതാണ്ട് ഒരു 2.5 കിലോമീറ്റർ മാത്രം ദൂരവും, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 4 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1800ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും മനോഹരമായ കോമ്പോ വാൾ നൽകിയിരിക്കുന്നു. വീണ്ടും മുൻവശത്തായി ഏതൊരു വലിയ വാഹനവും ഈസിയായി കടന്നു വരാവുന്ന വീതിയോടിയ റോഡ് സൗകര്യം ലഭ്യമാണ്. വീണ്ടും മുൻവശത്തായി വലിയൊരു മുറ്റമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 വലിയ കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വീണ്ടും മുൻവശത്തായി ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ചിരിക്കുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. വാസ്തു നിയമപ്രകാരമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി കിണർ വെള്ളവും KW കണക്ഷനും നൽകിയിട്ടുണ്ട്. സൈഡ് വശങ്ങൾ അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വരുന്ന ഈ വീട് ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2018 പോലും ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയാണ്. എറണാകുളം ഭാഗത്തേക്കും അതുപോലെ തന്നെ ആലുവ ഭാഗത്തേക്ക്, എടപ്പള്ളി, കളമശ്ശേരി, തൃപ്പൂണിത്തുറ, പെരുമ്പാവൂർ ഭാഗത്തേക്കെല്ലാം ഈസിലി നമുക്ക് പോകാൻ സാധിക്കുന്ന, ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീണ്ടും മുൻവശത്തായി നല്ല മനോഹരമായ രീതിയിൽ തന്നെ ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. മെയിൻ ഡോറ് 2 പാളികളിലാണ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു ഡോറാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ ഡോർ ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. സെൻട്രിലൂടെയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേഴ്സ് നൽകിയിരിക്കുന്നത്. മനോഹരമായ ഒരു ഡിസൈനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, നല്ല ഭംഗിയിലാണ്. ഇതെല്ലാം ഓരോരോ ഭാഗങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന വലിയൊരു TV യൂണിറ്റ് നമുക്ക് ഈ ലിവിങ് സ്പേസിൽ അവൈലബിൾ ആണ്. സീലിങ്ങുകളിൽ സിലിണ്ടർ ലൈറ്റുകളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി വാളിൽ ടഫൻ ഗ്ലാസും ജാലികളെല്ലാം നൽകി നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. വാളുകളിൽ ടെക്സ്ചർ വർക്കുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. മനോഹരമായൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ ഇവിടെ അവൈലബിൾ ആണ്. ഡൈനിങ് സ്പേസ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ഒരു ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ, ഏതാണ്ട് ഒരു 10 പേർ കപ്പാസിറ്റിയുടെ ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഓപ്പൺ കിച്ചൺ, മനോഹരമായ ഓപ്പൺ കിച്ചൺ കാണാൻ സാധിക്കും. നല്ല ഭംഗിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ടേബിളെല്ലാം വിത്ത് കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിൽ ടേബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. സ്റ്റഡി ടേബിളായി യൂസ് ചെയ്യാം. ഈ ഒരു ഭാഗത്തായാണ് നമുക്ക് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ഒരു വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ സൈഡിലേക്ക് പോയാൽ ധാരാളം കബോർഡ് വർക്കുകൾ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. കിഴക്കോട്ടാണ് ഈ കിച്ചൻ്റെ ബേർണർ വയ്ക്കുന്ന ഒരു ദിശ വരുന്നത്. മാത്രമല്ല നല്ല വെളിച്ചം ലഭിക്കുന്ന രീതിയിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ബാക്ക് വശത്തായി നമുക്കൊരു വലിയൊരു സ്പേസ് അവൈലബിൾ ആണ്. വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ധാരാളമായി തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് കിണർ വരുന്നത്. കിണർ വടക്ക് കിഴക്ക് മൂലയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം ശുദ്ധജലം എപ്പോഴും ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നു. വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല മനോഹരമായൊരു ബാത്റൂം ഇവിടെ അവൈലബിൾ ആണ്.
കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല എക്സോസ് സൗകര്യവും ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് വരെ നല്ല ഭംഗിയിലുള്ള ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൺസീൽഡ് ബാത്റൂമാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിനായി GS കോർ ട്യൂബും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു ഭാഗം മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാളുകളിൽ ടഫൺ ഗ്ലാസ് എല്ലാം നൽകിയിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. സീലിംഗ് വർക്കുകൾക്കായി സിലിണ്ടർ ലൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റുകൾ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇവിടെ എല്ലാം ഹാൻഡ് റെയിലിനായി GS കോർ ട്യൂബും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നു. വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കൺസീൽഡ് ആയിട്ട് തന്നെയാണ് ഈ ബാത്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ ബാത്റൂമിന് എക്സോസ്റ്റ് സൗകര്യം അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ലഭ്യമാണ്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിന് വലിയൊരു ബെഡ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നു. വാൾഡ്രോബ് സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ മനോഹരമായ രീതിയിൽ വാൾ ടൈൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഈ വീട്ടിൽ ഓരോരോ ഏരിയയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂം കൂടാതെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ബാൽക്കണിയും യൂട്ടിലിറ്റി സ്പേസും അവൈലബിൾ ആണ്. ബാൽക്കണിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ ബാൽക്കണി ഡിസൈൻ ചെയ്തിരിക്കുന്നു. 4 സെൻറ്റിൽ 1800ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായും ഒരു യൂട്ടിലിറ്റി സ്പേസുമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയത്ത് തന്നെ 2 കാറുകൾ സുഖമായി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിക്കൊണ്ട് നല്ലൊരു മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ച ഈ വീട് ഒരു ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ജംഗ്ഷനോട് ചേർന്ന് കിടക്കുന്ന മെയിൻ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് കിടക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 78 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനോ ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കാനോ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ വീട് പർച്ചേസ് ചെയ്യാൻ ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.